ചിക്കൻ മന്തി മട്ടൻ മന്തി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ മുട്ട കൊണ്ടൊരു മന്തി ഉണ്ടാക്കും. കാണിച്ചു തരാം. ആദ്യം തന്നെ നമുക്ക് വെള്ളം തിളപ്പിക്കാൻ വെക്കാം. പിന്നെ തിളപ്പിച്ച വെള്ളത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പും ഓയിലും നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ അതിലേക്ക് 3 കപ്പ് ബസ്മതി റൈസ്, ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. നന്നായി ഇളക്കി കൊടുത്ത് നമുക്ക് അരി വേവിക്കാം. അരി വേവുന്നതിൻ്റെ ഇടയിൽ നമുക്ക് മുട്ട ബോയിൽ ചെയ്തെടുക്കാം. ബോയിൽ ചെയ്ത മുട്ട കത്തി കൊണ്ട് വരയിട്ട് മാറ്റി വെക്കാം. കുരുമുളക്, ചിക്കൻ സ്റ്റോക്ക്, ഗരം മസാല, ഏലക്ക, പട്ട, ഗ്രാമ്പൂ, ജീരകം, കുരുമുളക് പൊടി, മന്തി മസാല ഇതൊക്കെ റെഡിയാക്കി വെക്കാം. ഇനി നമ്മൾ മസാല ഉണ്ടാക്കാൻ പോകണം. അതിനായി ആദ്യം ഒരു ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത്, പിന്നെ മുന്നേ പറഞ്ഞ എല്ലാ സ്പൈസസും, ഒരു ഡ്രൈ ലെമണും 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും ചേർക്കാം. ആവശ്യമാണെങ്കിൽ മാത്രം റെഡ് ഫുഡ് കളർ ചേർക്കാം. എല്ലാം നന്നായി മിക്സ് ചെയ്ത് നമ്മൾ പുഴുങ്ങി വെച്ച മുട്ട അതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്തതിന് ശേഷം അതിലേക്ക് നന്നായി മസാല തേച്ച് പിടിപ്പിക്കാം. പിന്നെ ആ പാത്രം നേരെ അടുപ്പിലേക്ക് കൊണ്ടുവെക്കാം. അടച്ചു വെച്ച് മസാല നല്ലോണം വെന്ത് വരുന്നവരെ വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്നു നോക്കി നന്നായി ഇളക്കി കൊടുക്കണം. മസാലയൊക്കെ നല്ലപോലെ വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മുട്ട അതിൽ നിന്നും മാറ്റി വേറൊരു പാത്രത്തിലേക്ക് വെക്കാം. ഇനി നമുക്ക് ആ മസാലയിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച റൈസ് ചേർത്ത് കൊടുക്കാം. റൈസിൻ്റെ മുകളിലായിട്ട് കുറച്ച് മന്തി മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ റൈസിന് മഞ്ഞ കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് മഞ്ഞളും പാലും മിക്സ് ചെയ്തിട്ട് ചേർക്കാം. മന്തി റൈസ് ആകുമ്പോൾ കുറച്ച് ചുവപ്പ് കളർ വേണമെന്നില്ലായിരിക്കും, റെഡ് ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ച മുട്ട ഓരോന്നോരോന്നായിട്ട് റൈസിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടാൽ ബിസ്ക്കറ്റ് ആണെന്ന് തോന്നുമെങ്കിലും സംഗതി ചാർക്കോളാണ്. അപ്പോൾ ഒരു ചെറിയ പാത്രം എടുത്ത് റൈസിൻ്റെ നടുവിൽ വെച്ച് ചൂടായ ചാർക്കോൾ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആ പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ചേർക്കാം. അപ്പോൾ പുക ഇങ്ങനെ പുറത്തേക്ക് വരും. അപ്പോൾ തന്നെ നമ്മൾ പാത്രം അടക്കുക. ഒരു 10 മിനിറ്റ് നേരം നമുക്ക് ആ പാത്രം അങ്ങനെ തന്നെ അടച്ചു വെക്കാം. 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ആ പാത്രം തുറക്കുമ്പോൾ ഒരു സ്മെല്ല് വരാനുണ്ട്. മന്തി മസാലയുടെയും സ്മോക്ക് ഫ്ലേവറും ഒക്കെ കൂടി ചേർന്ന ഒരു അസാധ്യ സ്മെല്ല്. നമ്മുടെ മുട്ടമന്തി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. സെർവ് ചെയ്യുന്നതിന് മുമ്പേ മുട്ടയൊക്കെ മാറ്റി വെച്ച് റൈസ് നന്നായി ഇളക്കി കൊടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്. അൻറ്റിൽ നെക്സ്റ്റ് ടൈം, മാ സലാമ.